ഇത് നമുക്ക് പാൻ കേക്ക് ഉണ്ടാക്കുന്നതിന് നോക്കാം. അതിനു മുമ്പ് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. മിയാക്കിസിന്റെ ആൻഡ്രോയിഡിന്റെയും iOSന്റെയും ആപ്ലിക്കേഷൻ ശരിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കൊക്കെ ആപ്പിൾ സ്റ്റോറിൽ പോയിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം പാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. 1 കപ്പ് മൈദപ്പൊടിയോ 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ ആയിരുന്നാലും മതി. അത് രണ്ടും സെയിം ആണ്. പിന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പാല് വേണം. അത് 1 കപ്പ് മൈദപ്പൊടി എടുക്കുമ്പോൾ 1 കപ്പ് പാല് വേണം. പിന്നെ വേണ്ടത് മുട്ടയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ ബട്ടറും വേണം. ബട്ടറോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ആയിരുന്നാലും മതി. പിന്നെ വേണ്ടത് ഉപ്പാണ്. ഉപ്പ് 1/2 ടീസ്പൂൺ ഉപ്പ് വേണം. പിന്നെ ബേക്കിംഗ് പൗഡർ വേണം. ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ വേണം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ പാൻ കേക്ക് ആക്കാന്ന്. ഈ പാൻ കേക്കിൻ്റെ മിക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാത്രം എടുക്കുക. ഇതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ചേർക്കുക. ഞാനിവിടെ മെഷർമെൻറ്റ് കപ്പിലാണ് എടുത്തേക്കുന്നത് 1 കപ്പ്. ഞാനിവിടെ എടുത്തേക്കുന്ന കപ്പ് 2 കപ്പിൻ്റെ കപ്പാണ്. ഞാൻ ഇതിനകത്ത് 1 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തത്. കാരണം എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. 2 കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് 1 കപ്പ് മൈദപ്പൊടിയല്ലേ ഇട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു റെസിപ്പിയിൽ. അപ്പോൾ ഇത് ശരിക്കും 2 കപ്പിൻ്റെയാണത്. അപ്പോൾ അതുകൊണ്ടാണ് അത് നമ്മൾ ഒരു പ്രാവശ്യം ചേർക്കുന്നത്. ഇതേപോലെ നമുക്ക് 2 കപ്പിൻ്റെ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും, 1 കപ്പിൻ്റെയൊക്കെ ആയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും നമുക്ക് കടയിൽ നിന്ന്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് ഏറ്റവും നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് പാലും മുട്ടയും ബട്ടറും കൂടിയും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മുട്ട ചേർക്കുക. ഞാനിവിടെ ഒരു മുട്ട നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചേർക്കാം. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുക, അല്ലെങ്കിൽ ബട്ടർ ചേർക്കുക. ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ചേർക്കുന്നത്. ഇനി 1 കപ്പ് പാല് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യാം. ഇത് നമ്മൾ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്ത് ചെറുതായിട്ട് ഇങ്ങനെ തരി പോലെ ഉണ്ടാവും. പക്ഷേ അത് കുഴപ്പമില്ല. അതേപോലെ ചെറുതായിട്ടിങ്ങനെ തരിയുള്ളത് പാൻ കേക്കിന് നല്ലതാണ്. പാൻ കേക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ പാൻ കേക്ക് നല്ല സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് അത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അതിനകത്ത് ആ ചെറുതായിട്ടിങ്ങനെ തരിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഉടച്ചെടുക്കണ്ട, അത് കുഴപ്പമില്ല. ഒരുപാട് തരിയല്ല, ചെറുതായിട്ടിങ്ങനെ തരി ഉണ്ടായാൽ കുഴപ്പമില്ല. മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഈ അടിയിൽ നിന്നും സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ മൈദപ്പൊടി ഇതിനകത്ത് ശരിക്കും മിക്സ് ആവാണ്ട് കിടക്കും. ഇപ്പോൾ പാൻ കേക്കിനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തരി പോലെ ഇതിനകത്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ അത് കുഴപ്പമില്ല. ഇത് വെച്ചിട്ട് പാൻ കേക്ക് ഉണ്ടാക്കാം. ഈ മിക്സ് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഇത് വെച്ചിട്ട് പാൻ കേക്ക് ഉണ്ടാക്കാം. പാൻ കേക്ക് ഉണ്ടാക്കാനുള്ള പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തേക്കുന്നത്. അത് നിങ്ങൾ എടുക്കുമ്പോൾ ഇരുമ്പിൻ്റെയൊക്കെ പാനാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഓയിലൊന്ന് ആ ചട്ടിയിലൊന്ന് തൂത്ത് കൊടുക്കണം. ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഞാനിതിലേക്ക് ഓയിലൊന്നും ഒഴിക്കണില്ല. ഇതിലേക്ക് കുറേശ്ശെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ മാവ് ഒഴിച്ചിട്ട് പിന്നെ ദോശയൊക്കെ ചുട്ടെടുക്കണ പോലെ പരത്തി എടുക്കരുത്. പാൻ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് മാവ് ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. പതുക്കൊന്ന് കുറച്ച് വെക്കുക. ഇത് ഒഴിച്ച് ഒരു സെക്കൻഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ തീ പതുക്കൊന്ന് കുറച്ച് വെക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് അടിയിൽ കരിഞ്ഞു പോകും, അതിൻ്റെ കളർ മാറിപ്പോകും. ഇനി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നിറച്ചിങ്ങനെ കൊമ്പളുകൾ വന്ന് തുടങ്ങുമ്പോൾ ഇത് തിരിച്ചിടുക. ഇത് നിങ്ങൾ മാവ് ഒഴിച്ച് കഴിഞ്ഞിട്ട് സ്പൂൺ വെച്ചിട്ട് പരത്തി കൊടുക്കരുത്. ഇതിങ്ങനെ ചൂടുകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇതിങ്ങനെ നല്ല റൗണ്ടിന് വരും. അപ്പോൾ തീ കുറച്ച് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. മാവ് ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സെക്കൻഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ തീ കുറച്ച് വയ്ക്കാം. ഇപ്പോൾ ഇതിനകത്ത് ചെറുതായിട്ട് ഇങ്ങനെ കൊമ്പളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടിയും ചെറുതായിട്ട് ഇങ്ങനെ കൊമ്പളുകൾ ഇങ്ങനെ നിറച്ച് വന്നു തുടങ്ങുമ്പോൾ ഇത് നമുക്ക് തിരിച്ചിടാം. ഇപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ചെറുതായിട്ട് ഇങ്ങനെ കൊമ്പളുകൾ വന്നിട്ടുണ്ട്. ഇത് തിരിച്ചിടാം. തിരിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് ഇത് റെഡിയാവും. തീ എപ്പോഴും കുറച്ച് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ശരിക്കും വെന്ത് കിട്ടില്ല. അപ്പോൾ പാൻ കേക്ക് വെന്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം.
ഇനി ബാക്കിയുള്ള പാൻ കേക്കും ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം. ഇനി നിങ്ങളിത് സ്പൂൺ വെച്ചിട്ട് ഇതിങ്ങനെ നമ്മൾ ദോശയ്ക്കൊക്കെ പ്രസ് ചെയ്ത് കൊടുക്കുന്ന പോലെ പ്രസ് ചെയ്ത് കൊടുക്കരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പാൻ കേക്കിൻ്റെ സോഫ്റ്റ്നെസ് പോകും. ഇത് രണ്ട് സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഈ പാൻ കേക്ക് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുക. ഇതിൻ്റെ മുകളിലേക്ക് ചൂടോട് കൂടിയിട്ട് ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഹണിയാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് മേപ്പിൾ സിറപ്പ് വേണമെങ്കിൽ മേപ്പിൾ സിറപ്പ് ഒഴിക്കുക, അല്ലെങ്കിൽ പാൻ കേക്ക് സിറപ്പ് ഒഴിക്കുക. ഈ പാൻ കേക്ക് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുക. ഇത് കഴിക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ ഹണി ഒഴിച്ചിട്ട് കഴിക്കുക, അല്ലെങ്കിൽ സാധാരണ ശരിക്കും പാൻ കേക്ക് കഴിക്കുന്നത് മേപ്പിൾ സിറപ്പ് ഒഴിച്ചിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മേപ്പിൾ സിറപ്പ് കിട്ടുകയാണെങ്കിൽ അത് ഒഴിച്ചിട്ട് കഴിക്കുക. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് ചിലവർക്ക് ഇഷ്ടാവില്ല. പക്ഷേ ഹണിയും ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അല്ലെങ്കിൽ ഇത് ചെറിയ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഹണീനേക്കാളും കൂടുതൽ ഇഷ്ടം പാൻ കേക്ക് സിറപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും, അതായിരിക്കും. പക്ഷേ എനിക്ക് ഇത് ഹണി കൂട്ടി കഴിക്കുന്നതാണ് ഇഷ്ടം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. ഇതിങ്ങനെ നല്ല സോഫ്റ്റായിട്ടായിരിക്കാം. ഇത് നിങ്ങൾ കഴിക്കുമ്പോൾ ചൂടോട് കൂടിയിട്ട് മുകളിൽ ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇടുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഹണി ഒഴിച്ചിട്ട് കഴിക്കാം.